ദിസ്, ദീസ്, ദാറ്റ്, ദോസ്. ഈ 4 വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഈ ദിസും ദാറ്റും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്ന 2 വേർഡ്സ് ആണ് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത് എന്റെ പെന്നാണ്, ഇത് എന്റെ പെന്നാണ്, ഒരു പെന്നാണ് കേട്ടോ, ഇത് എന്റെ പെന്നാണ് എന്ന് ഞാൻ ഇങ്ങനെ പറയും. യെസ്, എങ്ങനെ പറയാ? അതെ, വെരി ഗുഡ്. ദിസ് ഈസ് മൈ പെൻ അല്ലെ, ദിസ് ഈസ് മൈ പെൻ. ഇതൊരുത്തം വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, എന്നിട്ട് എനിക്ക് തരുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ പെണ്ണ് വേണം, അതെന്റെ പെണ്ണാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ ആ പെണ്ണ് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ എങ്ങനെയായിരിക്കും പറയുന്നത്? അത് എന്റെ പെണ്ണാണെന്ന് എങ്ങനെ പറയും? അത് എന്റെ പെണ്ണാണെന്ന് എങ്ങനെ പറയും? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് മൈ പെൻ അല്ലെ, ദാറ്റ് ഈസ് മൈ പെൻ. ഇതെന്റെ പെന്നാന്ന് പറയുമ്പം, ദിസ് ഇസ് മൈ പെൻ എന്ന് പറയുമ്പം ഈ പെൻ എന്റെ അടുത്തുണ്ടായിരുന്നു അല്ലെ. പക്ഷേ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി എന്നിൽ നിന്ന് അകലെ ആയപ്പോഴാണ് ഞാൻ ദാറ്റ് എന്ന വേർഡ് യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാ? യെസ്, ബിക്കോസ് അതിന്റെ അടുത്തില്ല, ദൂരെയാണുള്ളത്. അപ്പൊ ദൂരെയുള്ള ഒരു സാധനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദാറ്റ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാ ദീസും ദോസും. വലിയ വ്യത്യാസമൊന്നുമില്ല, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ ദീസ് ദോസ് എന്ന് പറയുമ്പം അത് ബഹുവചനമായിരിക്കും, അതായത് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 2 പെന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ 2 പെന്നുണ്ടാവുമ്പോൾ എനിക്ക് എങ്ങനെ പറയാം? അതെന്റെ അടുത്താണ് കേട്ടോ, അടുത്താണുള്ളത്. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം? ദിസ് എന്നതിന് പകരം ഞാൻ യൂസ് ചെയ്യുക എന്തായിരിക്കും? യെസ്, കറക്റ്റ്. എന്താ പറയാ? യെസ്, ദീസ്, ദീസ് ആർ മൈ പെൻ. അതെന്താ ഈ ദിസ് ഒന്ന് വന്നപ്പം നമ്മൾ ഈസും, ദീസ് വന്നപ്പം നമ്മൾ ആറും യൂസ് ചെയ്തത്? സിമ്പിൾ ആണല്ലേ. ഈസ് നമ്മൾ യൂസ് ചെയ്യുക ഒറ്റൊന്ന് ഉണ്ടാവുമ്പോഴാണ്, ഈ 6 നമ്മൾ യൂസ് ചെയ്യുക കൂടുതൽ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് മൈ പെൻ ആൻഡ് ദീസ് ആർ മൈ പെൻസ്. പെൻസ് അല്ലെ, പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോ പെൻസ്, പെന്നല്ല പെൻസ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ദിസും ദീസും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു സാധനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ദിസ് ഇസ് മൈ പെൻ, ദീസ് ആർ മൈ പെൻസ്. അപ്പൊ എങ്ങനെയായിരിക്കും ദോസിന്റെ കാര്യം വരുന്നത്? അതെ, സിമ്പിൾ ആണ്. നമ്മൾ ദാറ്റ് ഈസ് മൈ പെൻ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 2 പെന്നും അവൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ദോസ് ആർ മൈ, യെസ്, എന്താ പറയാ? പെൻസ്, ദോസ് ആർ മൈ പെൻസ് എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ ദിസും ദീസും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ദാറ്റും ദോസും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിൽ നിന്ന് അകലെയുള്ള ഒരു സാധനത്തിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങളെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയാം. ദിസ് ഇസ് മൈ പെൻ, ദീസ് ആർ മൈ പെൻസ്. ദാറ്റ് ഈസ് മൈ പെൻ, ദോസ് ആർ മൈ പെൻസ്. അപ്പൊ ദോസ് എന്ന് പറയുന്നത് അതൊക്കെ എൻ്റെ പെന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരു പെൻ എൻ്റെ കയ്യിലുണ്ട്, ഇതെന്റെ പെന്നാണെന്ന് ഞാൻ എങ്ങനെ പറയും? യെസ്, വെരി ഗുഡ്. ദിസ് ഇസ് മൈ പെൻ. ഒന്നുകൂടെ പറഞ്ഞേ, ദിസ് ഈസ് മൈ പെൻ അല്ലെ. പെൻ എൻ്റെ അടുത്തുണ്ട്, ഒറ്റ പെന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ദിസ് ഈസ് മൈ പെൻ എന്ന് പറയുന്നു. ഞാൻ രണ്ടാമത്തെ കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെ പറയും? അതെ, അത് തന്നെ. എങ്ങനെ പറയാ? യെസ്, വെരി ഗുഡ്. ദീസ് ആർ മൈ പെൻസ്. ഇത് രണ്ടും എൻ്റെ പെന്നുകളാണ് അല്ലെങ്കിൽ പേനകളാണ്, പേനകളാണ് എന്ന് നമ്മൾ പറയും അല്ലേ. ഇനിയിപ്പം ഇത് ഞാൻ അങ്ങടേക്ക് ഒരുത്തം കൊണ്ടുപോയി. അപ്പൊ എങ്ങനെ പറയും? ഒന്നേ കൊണ്ടുപോയുള്ളൂ കേട്ടോ, ഒറ്റ പെന്നാണ് അവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതെന്റെ പെന്നാണെന്ന് എനിക്ക് പറയണം. അപ്പൊ എങ്ങനെ പറയും? അതെ, എങ്ങനെ പറയാ? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് മൈ പെൻ, ദാറ്റ് ഈസ് മൈ പെൻ അല്ലേ. ദാറ്റ് നമ്മൾ ഒറ്റയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ദൂരെയാണ് ഉള്ളത് അല്ലെ. ഇനിയിപ്പോ 2 എണ്ണം കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ നമ്മൾ എന്ത് പറയും? ദൂരെയാണ് കേട്ടോ, അടുത്തല്ല ഉള്ളത്, ദൂരെയാണ്. അപ്പൊ എന്ത് പറയും? യെസ്, വെരി ഗുഡ്. ദോസ് ആർ മൈ പെൻസ്. ഒന്നുകൂടെ പറഞ്ഞേ, ദോസ് ആർ മൈ പെൻസ്. അപ്പൊ ഇതെന്താണ്? ദിസ് ഇസ് മൈ പെൻ. യെസ്, ദീസ് ആർ മൈ പെൻസ്. ദെൻ ഒന്നാ കൊണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ പെൻ. യെസ്, ദെൻ യെസ്, 2 എണ്ണം വരുമ്പോൾ എന്ത് പറയും? ദോസ് ആർ മൈ പെൻസ്. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പൂവാണ്, അതുപോലെ തന്നെ അവയൊക്കെ ചുവന്ന പൂക്കളാണ്, അല്ലെങ്കിൽ അതൊക്കെ ചുവന്ന പൂക്കളാണ്. ദൂരെയാണ് കേട്ടോ. അവയൊക്കെ ചുവന്ന പൂക്കളാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ.